ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം വീക്കിലി അനാലിസിസ് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഈ വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്ലാൻ ചെയ്യാനുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം കിട്ടുന്ന വീഡിയോ ആണത്. സോ അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് വരിക. ഈ വീഡിയോ മൺഡേയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ വീക്കിലി അനാലിസിസ് വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യം അതിൽ ഉൾപ്പെടുത്താത്ത ഒരു കാര്യമുണ്ട്. അതായത് ഈ വീക്കിൽ ഫ്രൈഡേ ആണ് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഡിസിഷൻ വരാനുള്ളത്. സോ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. നമ്മൾ ആ ഒരു ഫ്രൈഡേ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇപ്പോൾ കാണുന്നില്ല. പ്രോബബ്ലി റേറ്റ് കട്ട് അൺചേഞ്ച്ഡ് ആയിട്ടായിരിക്കും RBI ഡിസിഷൻ എടുക്കുക എന്നാണ് തോന്നുന്നത്. കാരണം ഇക്കണോമിക്കലി ആയിട്ട് ഇന്ത്യ ഇപ്പം വളരെയധികം ഡാറ്റാസുകൾ വന്നൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ആണ്. സോ അതുകൊണ്ട് തന്നെ RBI റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല. മേ ബി ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും റേറ്റ് കട്ടിന് പോസിബിലിറ്റി ഉണ്ടാവുക. പിന്നെ നമുക്ക് നാളത്തെ ട്രേഡിങ്ങിൽ പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാളത്തെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്. കാരണം GDP ഡാറ്റ വന്നിട്ട് വളരെ നെഗറ്റീവായിട്ട് ആളുകൾ അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റിൽ അത് എങ്ങനെയാണ് ബാധിക്കുക? കാരണം ചില ആളുകൾ ഓൾറെഡി മാർക്കറ്റ് നാളെ ബിയറിഷ് ആണ്, നാളെ സെല്ലിംഗ് ആയിരിക്കും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വരുമ്പോഴായിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ നേരെ റിവേഴ്സ് ആകും. സോ നാളത്തെ ബെസ്റ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ഒന്ന് കൺഫേം ആയി ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലെവൽസുകൾ. ഓരോ ലെവൽസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലെവൽസിൽ നമുക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസുകളൊക്കെ പറയുകയാണ്. നിഫ്റ്റിയിൽ നമുക്ക് അപ്സൈഡിലേക്കുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് 24,350 മുകളിൽ മാത്രം നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്സൈഡിലേക്ക് നോക്കേണ്ടത് 52,550 മുകളിൽ. അതിന്റെ മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാത്രം ബൈയിങ് നോക്കുക നാളത്തേത്. കാരണം ബൈയിങ്ങിൽ നമുക്ക് നാളത്തെ നെഗറ്റീവ് ഇന്നത്തെ വന്നത് നെഗറ്റീവ് ന്യൂസ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത് ഏത് ലെവലിൽ റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് മാത്രമേ ബൈയിങ്ങിലേക്ക് പോകാം. അത് ബൈയിങ്ങിൽ ഇത്രയും ലെവൽസ് ഞാൻ പറയാം, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. സോ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിങ്ങിലേക്ക് നോക്കാം. സോ അതാണ് ഏറ്റവും ആദ്യമായി പറയാനുള്ളത്. പിന്നെ നമുക്ക് ചാർട്ട് നോക്കിയിട്ട് സെല്ലിംഗ് സൈഡുള്ള ട്രേഡ് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്നൊക്കെ വിശദമായിട്ട് നോക്കാം. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. സോ ഇവിടെ ഞാൻ പറഞ്ഞ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 52,500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് സൈഡ് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ഒരു റിമൂവ് ചെയ്യാം. ഓക്കെ, ഒരുപാട് പ്രാവശ്യം മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ ആണ് 52,550 എന്നുള്ള പറയുന്ന ഈ ഒരു ലെവൽ. സോ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്ന് ബ്രേക്ക് ചെയ്താണ്, പക്ഷെ ബ്രേക്ക് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ നമ്മൾ ബൈയിങ് സൈഡ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം നമ്മൾ ബൈയിങ് സൈഡ് ഇപ്പൊ നോക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് സെല്ലിംഗ് സൈഡ് നോക്കാം. സെല്ലിംഗ് സൈഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. സോ നിഫ്റ്റി ആണെങ്കിൽ ഈ ഗ്യാപ്പ് ഓൾറെഡി ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു. സോ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവൽസിലേക്ക്, അതായത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ വെച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നിഫ്റ്റിയുടെ കാൻഡിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫ്രൈഡേ നല്ലൊരു റിക്കവറി തന്നില്ല. അതായത് കഴിഞ്ഞ എക്സ്പയറി ഡേ അന്നുണ്ടായ ആ ഷാർപ്പ് സെല്ലിങ്ങിനെ ഓൾമോസ്റ്റ് പകുതിക്ക് മുകളിൽ തന്നെ മാർക്കറ്റ് റിക്കവറി ആയിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞ ലെവൽ ബൈയിങ് സൈഡ് നോക്കാനുള്ള ലെവൽ ഇതാണ് 24,350. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ബൈയിങ് സൈഡ് നോക്കേണ്ട കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാം. അതായത് എക്സ്പയറി ഡേയുടെ ആ ഷാർപ്പ് സെല്ലിങ് ക്ലോസിംഗ് തന്ന ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തത് 23,700 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി. സോ നാളത്തെ ട്രേഡ് എന്ന് വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നാളെ ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക, നിങ്ങൾ മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്
വെയിറ്റ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കുക. സോ ഇനി നമുക്ക് 50 മിനിറ്റ് ക്യാൻഡിൽ വെച്ചിട്ടൊന്ന് നോക്കാം ലെവൽസുകളൊക്കെ. സോ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു ലെവൽസ് ആണ് സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നത്. സപ്പോർട്ട് എടുത്തു, വീണ്ടും റിവേഴ്സ് ആയിട്ട് വീണ്ടും അവിടെ ഒന്ന് ആ ഒരു ലെവൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, വീണ്ടും അവിടെ നിന്ന് റിവേഴ്സ് ആയിട്ട് ഈ സപ്പോർട്ട് കഴിഞ്ഞ എക്സ്പയറി ടൈം ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോയി. സോ ആ ഒരു ലെവൽസിൽ തന്നെ മാർക്കറ്റ് ഇപ്പൊ റിക്കവറി ആയിട്ട് ഇവിടെ ഒന്ന് കൺസോളിഡേഷൻ ആയിട്ട് മാർക്കറ്റ് നടക്കുന്നില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു ബൈയിങ്ങിലൊക്കെ വന്ന് ഈ ലെവൽ വീണ്ടും ടെസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ബൈയിങ് സൈഡ് നോക്കുന്നതായിരിക്കും ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ബൈയിങ് സൈഡ് ഒക്കെ ആണെങ്കിൽ. അതല്ല ഇന്നത്തെ GDP ഡാറ്റയുടെ ന്യൂസിന്റെ ഒരു റിയാക്ഷൻ വന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബിയറിഷ്നെസ് കാണിച്ചിട്ട് വീണ്ടും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാണ് നമുക്ക് അടുത്ത ടാർഗറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ 23,700 എന്നുള്ള ടാർഗറ്റ് വിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് എനിക്ക് ഈ ഒരു സെല്ലിംഗ് സൈഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. നാളെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം, അതില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ബൈയിങ്ങിലേക്ക് പോയിട്ട് ഈ ലെവലിലൊക്കെ മാർക്കറ്റ് വന്ന് വീണ്ടും ബ്രേക്ക് ഔട്ട് ഇട്ടുകയാണെങ്കിൽ മാത്രം ബൈയിങ് സൈഡ് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് നല്ല ട്രേഡ് കിട്ടുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതായിരിക്കണം നമ്മുടെ സെല്ലിംഗ് സൈഡ് ട്രേഡ്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വന്ന് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടും, നല്ലൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ ഇവിടെ തന്നെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നല്ലൊരു ടാർഗറ്റ് വെച്ചിട്ട് തന്നെ ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി. സോ എനിവേ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ന്യൂസിന്റെ നാളെ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഏത് രീതിയിലായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്ത് ചിലപ്പോൾ നല്ല വാളറ്റൈൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 10-11 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം നല്ലൊരു ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന കാണുമ്പോൾ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.